നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതി ജോൺസൺ പോലീസ് പിടിയിലായത് ഇയാൾ വസ്ത്രങ്ങൾ എടുക്കാനായി വ്യാഴാഴ്ച പകൽ 3-ന് ഹോം നഴ്സായി ജോലി ചെയ്യുന്ന കോട്ടയം കുറിച്ചിയിൽ വീട്ടിലെത്തിയതോടെയാണ്. ഇവിടെ രാധാകൃഷ്ണൻ എന്നയാളെ പരിചരിക്കുകയായിരുന്ന ജോൺസന് 7-ന് പോയതിനു ശേഷം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ആതിര കൊലക്കേസ് വാർത്തകളിൽ പ്രതിയുടെ മുഖം കണ്ടിരുന്ന രാധാകൃഷ്ണന്റെ മകൾ രമ്യയ്ക്ക് തോന്നിയ സംശയമാണ് പ്രതിയെ പിടികൂടാൻ നിർണായകമായത്. രമ്യയോട് 1000 രൂപ കടം ചോദിച്ച ജോൺസൺ താൻ പോയിട്ട് നാളെ തന്നെ മടങ്ങി വരാമെന്നും ഇതിനിടെ പറഞ്ഞു. തുടർന്ന് രമ്യ അയൽവാസിയായ CPM കുറിച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ KR ഷാജി വിവരമറിയിക്കുകയായിരുന്നു. ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വരുന്നതുവരെ പണം തരാമെന്ന് പറഞ്ഞ് രമ്യ ജോൺസൺ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പന്തികേട് മനസ്സിലാക്കി പോകാൻ ഇറങ്ങിയ പ്രതിയെ നാട്ടുകാർ തടഞ്ഞു. തുടർന്ന് ചിങ്ങവന പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. രമ്യയിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ ഷാജി ചില മുൻകരുതലുകൾ എടുത്തിരുന്നു. നാട്ടുകാരെല്ലാം സംശയം അറിയിച്ചു. അങ്ങനെയാണ് അവർ ആ വീട് വളഞ്ഞു നിന്നത്. അവർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനും ജോൺസൺ ശ്രമിച്ചു. അത് പൊളിച്ചത് സഖാവ് കൂടിയായ ഷാജിയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ്. ഒടുവിൽ എലിവിഷവും പാരസെറ്റമോളും കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ച പ്രതിയുടെ മൊഴി മജിസ്ട്രേറ്റ് എടുത്തു. ചൊവ്വാഴ്ച രാവിലെ എത്തിയത് ആതിര വിളിച്ചതനുസരിച്ചാണെന്ന് ജോൺസൺ പറയുന്നു. എന്നാൽ തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നാണ് ഭർത്താവ് രാജീവിനോട് ആതിര പറഞ്ഞത്. സംഭവ ദിവസം രാവിലെ 6:30 പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് പ്രതി പുറത്തേക്ക് ഇറങ്ങി. സംശയം തോന്നാതിരിക്കാൻ കാൽനടയായി ഈ കഠിനംകുളത്തുള്ള ആതിരയുടെ വീട്ടിലേക്കും എത്തി. ഭർത്താവും കുട്ടിയും പോകുന്നത് വരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടന്നു. ശേഷം 9 മണിയോടെയാണ് വീട്ടിലേക്ക് കടന്നത്. പിന്നീട് ആതിരയോട് ചായ ഇട്ട് തരാൻ ആവശ്യപ്പെട്ട് അടുക്കളയിലേക്ക് അയക്കുന്നു. ഈ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു. പിന്നീട് ശാരീരിക ബന്ധത്തിനിടെ കത്തിയെടുത്ത് ആരുടെ കഴുത്തിൽ കുത്തി. വളരെ മൃഗീയമായ ഒരു കൊലപാതകം തന്നെയായിരുന്നു. കത്തി കുത്തിയിറക്കിയ ശേഷം വലിച്ചൂരി കഴുത്തറക്കുകയായിരുന്നു. ധരിച്ചിരുന്ന ഷർട്ടിൽ രക്തം പുരണ്ടതോടെ ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചായിരുന്നു പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത്. ആതിരയുടെ സ്കൂട്ടർ എടുത്തതിനു ശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം കോട്ടയത്തേക്ക് എത്തുകയായിരുന്നു. ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് പേര് പറഞ്ഞില്ലെങ്കിലും 35 വയസ്സുകാരനായ കൊല്ലം സ്വദേശിയെ കുറിച്ച് ആതിര വിശദീകരിച്ചിരുന്നു ഭർത്താവിനോട്. ഇത്തരത്തിലുള്ള സൗഹൃദം ഉണ്ടെന്ന് വിശദമായി തന്നെ തുറന്നു പറഞ്ഞതായാണ് ഭർത്താവും പറയുന്നത്. ജോൺസണും ആതിരയും റീലുകൾ ചെയ്യാനായി ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഈ ഗ്രൂപ്പിൽ മറ്റൊരു യുവതിയും ഉണ്ടായി. എന്നാൽ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആതിരയെ രാജീവ് വിലക്കി. ഇത് ഉപയോഗിക്കരുത് എന്ന് അനാവശ്യമായ ഒരു സംഭവമാണ് എന്നത് അടക്കം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന 3ാമത്തെ യുവതി ലെഫ്റ്റായി പോവുകയും ചെയ്തു. പിന്നാലെയായിരുന്നു ഇവരുടെ സൗഹൃദം കൂടുതൽ മുന്നോട്ട് പോയത്. ഇതറിഞ്ഞപ്പോൾ ഭർത്താവ് വീണ്ടും ആതിരയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് നല്ല പോക്കല്ല, ഇത് ഇനി തുടരരുത് എന്നല്ല. പിന്നാലെയാണ് ജോൺസൺ ഭർത്താവിനെയും കുട്ടിയെയും ഉപേക്ഷിച്ച് ഇയാൾക്കൊപ്പം ചെല്ലാൻ ആതിരയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയത്. കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആതിര ജോൺസനെ ഇൻസ്റ്റാഗ്രാമിലും ഫോണിലും അടക്കം ബ്ലോക്ക് ചെയ്തതായാണ് ഭർത്താവ് പറയുന്നത്. ഈ ബ്ലോക്ക് ചെയ്യലിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജോൺസൺ മതിൽ ചാടിക്കടന്ന് ആതിരയുടെ വീട്ടിൽ കടന്ന് കൃത്യം ചെയ്തതിലേക്ക് നയിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇവർ തമ്മിൽ പണമിടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.